ദൈവമുണ്ട്, പിശാചുണ്ട്. നമ്മുടെ ഇവിടുന്ന് ഒരു അങ്ങാറ്റം 100 മീറ്റർ കാണും അവിടം വരെ കടയാണ്. കടയുടെ ഓപ്പോസിറ്റ് കേശവൻ ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടന്റെ വീടാണ്. ഇതിന്റെ മമ്മി അച്ചാച്ചനും കൂടി പൂരമ്പഴേന് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് 2 മണിയായി. ബൈക്ക് നിർത്തിയിട്ട് ഇവര് നേരെ നമ്മുടെ വഴിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേന് ഇവര് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ സിറ്റ് ഔട്ട് ഒരാൾ ഇരിക്കുന്നു. 2 മണിയായപ്പോൾ ആ സിറ്റ് ഔട്ട് ഒരാൾ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവിടുത്തെ പെണ്ണിന് മാനസിക ഇവിടെ നമ്മുടെ ഇവിടുന്ന് ഒരു 100 മീറ്റർ കാണിച്ചു. പുള്ളിക്കാരത്ത് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോ മൂടെന്ന് പറഞ്ഞാൽ ആൾക്കാരെയൊക്കെ അറിയാം, പക്ഷെ വേറെ ഒന്നല്ല. ആ പുള്ളിക്കാരത്തെ മിക്ക ദിവസങ്ങളിലും വന്ന് വിളിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ വീടിരിക്കുന്നത് തൊട്ടപ്പുറം പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ വീടാണ്. ആ വീടെന്ന് പറഞ്ഞാൽ പണ്ട് ബ്രാഹ്മണന്മാരുടെ അമ്പലമാണ് ആ വീട്. അപ്പൊ അവിടെ പഴയ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് അങ്ങനെ ഈ സംഭവങ്ങൾ. അപ്പൊ ഈ വരുത്തുക കൊള്ളാം. അതുപോലെ തന്നെ ഈ പ്രശാന്ത് നിന്ന് മാറ്റി മിക്ക ദിവസങ്ങളിലും പണ്ട് കാലങ്ങളിൽ മറ്റേ ഈ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് 12 മണിയാകുന്ന സമയത്താണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പുള്ളി അവരുടെ പഴയ പേരുകൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി 12 മണിയാകുമ്പോൾ വീട്ടിൽ കയറുമ്പോഴേ ഇവരുടെ പറമ്പിൽ ഒരാൾ അതായത് വെള്ളം ഇങ്ങനെ ഒരു ദേഹത്തോട് ഒഴിക്കുന്ന ഒരു സൗണ്ട്. പുള്ളി നോക്കിയപ്പോൾ ആളില്ല, തൊട്ടിക്കകത്തുനിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്തേലും ഫ്ലാഷ് ബാക്ക് ആയിരിക്കാം ഇവന്റെ കേസ് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇപ്പൊ പിന്നെ ഞാനിങ്ങനെ ചില ഹിന്ദു ആചാരപ്രകാരം പറയും നമ്മുടെ നാളിന്റെ പ്രശ്നങ്ങളൊക്കെയാണെന്ന് പറയും. പക്ഷെ നമ്മൾ ഹിന്ദു അല്ല, ക്രിസ്ത്യൻ നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഇന്നവരെ ഇങ്ങനൊരു സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്റെ ഓർമ്മ ശരിയാണെന്ന് ഞാൻ കണ്ടിട്ടുള്ള ഇവന്റെ കേസ് മാത്രമേ ഉള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പൊ അവനും പറഞ്ഞില്ല.